കുതുബ് സമുച്ചയത്തിനുള്ളിൽ ഒരു വലിയ വൃത്താകൃതിയിലുള്ള അവശിഷ്ടക്കുന്ന് അല്ലെങ്കിൽ അവശിഷ്ടക്കൂന കാണാം. തികച്ചും അസാധാരണമായി കാണപ്പെടുന്നതും പൂർത്തിയാകാത്ത ഒരു സ്വപ്നത്തിന്റെ സ്മാരകമായ അലൈ മിനാർ. ഡൽഹി സുൽത്താനേറ്റിലെ ഏറ്റവും ശക്തരായ ഭരണാധികാരികളിൽ ഒരാളായ അലാവുദ്ദീൻ ഖിൽജിയിൽ നിന്നാണ് ഈ കഥ ആരംഭിക്കുന്നത്. വടക്കേ ഇന്ത്യയിലുടനീളം തൻ്റെ സാമ്രാജ്യം വികസിപ്പിച്ച് വലിയ സൈനിക വിജയങ്ങൾ നേടിയ ശേഷം മുമ്പ് നിർമ്മിച്ചതിനേക്കാൾ വലിയ ഒരു വിജയചിഹ്നം ഭൂമിയിൽ അവശേഷിപ്പിക്കുവാൻ അലാവുദ്ദീൻ ഖിൽജി ആഗ്രഹിച്ചു. കുതുബ് മിനാറിൽ അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം പ്രഖ്യാപിച്ചു, കുതുബ് മിനാറിൻ്റെ ഇരട്ടി ഉയരവും ഗംഭീരവുമായ ഒരു ഗോപുരം ഞാൻ നിർമ്മിക്കും. ഈ മഹത്തായ ആശയത്തെ പിന്തുണയ്ക്കുന്നതിനായി അദ്ദേഹം ആദ്യം തന്നെ തൊട്ടടുത്ത കൂവത്തുൽ ഇസ്ലാം പള്ളി വികസിപ്പിച്ചു. അതിൻ്റെ വലിപ്പം ഇരട്ടിയാക്കി. ഈ വിപുലീകരണത്തിൻ്റെ ഭാഗമായി കൂവത്തുൽ ഇസ്ലാം മസ്ജിദിലേക്ക് ഒരു വലിയ തെക്കൻ കവാടം അദ്ദേഹം നിർമ്മിച്ചു. ഈ കവാടത്തെയാണ് അലൈ ദർവാസ എന്ന് വിളിക്കുന്നത്. തുടർന്ന് അലൈ മിനാറിൻ്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ ഏകദേശം AD 1311 ആരംഭിച്ചു. അലൈ മിനാറിൻ്റെ ആസൂത്രിത ഉയരം 140 മീറ്ററിൽ കൂടുതൽ ആയിരുന്നു. അതായത് കുതുബ് മിനാറിൻ്റെ ഇരട്ടി. ഇതുമൂലം തൻ്റെ ശക്തി പ്രദർശിപ്പിക്കുവാനും ഒരു പുതിയ വാസ്തുവിദ്യാ അത്ഭുതം സൃഷ്ടിക്കുവാനും അദ്ദേഹം ആഗ്രഹിച്ചു. ശക്തമായ ഭാരമേറിയ ഒരു ഭീമാകാരമായ ഘടനയ്ക്ക് ഉദ്ദേശിച്ചുള്ള വലിയ അവശിഷ്ട കല്ലുകൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത്. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. അലാവുദ്ദീൻ ഖിൽജി തൊട്ടടുത്ത വർഷം AD 1316 മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മരണത്തോടെ അലൈ മിനാറിൻ്റെ സ്വപ്നവും അദ്ദേഹത്തോടൊപ്പം തന്നെ മരിച്ചു. ഖിൽജിയുടെ പിൻഗാമികൾ ഈ പദ്ധതി തുടരുന്നതിൽ താൽപ്പര്യം കാണിച്ചില്ല. കൂവത്തുൽ ഇസ്ലാം പള്ളിയുടെ മതിലുകളുടെ ആസൂത്രിതമായ വലുതാക്കൽ പദ്ധതിയും അപൂർണമായി പിന്നീട് ഉപേക്ഷിക്കപ്പെട്ടു. അതോടെ നിർമ്മാണം പെട്ടെന്ന് നിലച്ചു. ഇന്ന് അവശേഷിക്കുന്നത് ഇതാണ്: 24 തൊട്ട് 25 മീറ്റർ ഉയരമുള്ള ഫിനിഷിംഗ് ചെയ്യപ്പെടാത്ത കല്ലുകൾ കൊണ്ടുള്ള ഒരു കുന്ന്, 40 മീറ്റർ വീതിയുള്ള ഒരു വലിയ വൃത്താകൃതിയിലുള്ള അടിത്തറ, പരുക്കൻ കൊത്തുപണികളില്ലാത്ത ശിലാഫലകം. ഈ അപൂർണമായ ഗോപുരം അലാവുദ്ദീൻ ഖിൽജിയുടെ അഭിലാഷത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ വാസ്തുവിദ്യാ ദർശനത്തിൻ്റെയും ജീവിതത്തിൽ നിന്ന് പെട്ടെന്നുള്ള വിടവാങ്ങലിൻ്റെയും ഓർമ്മപ്പെടുത്തലായി ഇന്നും നിലകൊള്ളുന്നു.